ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ നേഴ്സ് ജംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കിന്നിൻ്റെ അനാട്ടമി പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്കിനി പാർട്ട് 2 അനാട്ടമി തിയറി ക്ലാസ്സുകളിലോട്ട് പോകാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പോഡെർമിസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് സ്കിന്നിൻ്റെ അപ്പൻഡേജസിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് സ്കിൻ അനാട്ടമി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഡിസീസ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അനാട്ടമിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്കിന്നിൽ വരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സ്കിൻ അപ്പൻഡേജസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹെയർ, സെക്കൻഡ് വൺ ഈസ് ഗ്ലാൻഡ് ആൻഡ് തേർഡ് വൺ ഈസ് നെയിൽ. ഹെയർ എന്ന് പറയുമ്പോൾ എന്താണ്? Hair is seen except palm, sole, slip, nipple, part of the external genitalia, distal segment of the finger and toes. ഇവിടെ ഒന്നും തന്നെ നമുക്ക് എന്ത് കാണുന്നില്ല, ഹെയർ ഇല്ലാത്ത റീജിയൻ ആണ് അല്ലേ. എക്സെപ്റ്റ് നമ്മുടെ പാംസ് ആയാലും നമ്മുടെ സോൾസ് ആയാലും നിപ്പായാലും നിപ്പിൾസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, ഡിസ്റ്റൽ സെഗ്മെന്റ് ഓഫ് നമ്മുടെ ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഫിംഗേഴ്സ് അതുപോലെ തന്നെ ടോസ്, ഇവിടെ ഒന്നും തന്നെ ഹെയർ ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഗ്ലാൻസ്. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, അത്യാവശ്യം എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗ്ലാൻസ്. നമുക്ക് 4 ഗ്ലാൻസുകളാണ് സ്കിന്നിലുള്ളത്. ഫസ്റ്റ് വൺ സെബേഷ്യസ് ഗ്ലാൻഡ്, സെക്കൻഡ് വൺ ഈസ് സുഡോറിഫെറസ് ഗ്ലാൻഡ്, അല്ലെങ്കിൽ നമുക്കതിനെ സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയാം, സെറുമിനസ് ഗ്ലാൻഡ് ആൻഡ് മാമറി ഗ്ലാൻഡ്. നെക്സ്റ്റ് ഇനി നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ഹെയറിലോട്ട് പോകാം. സ്ട്രക്ചർ ഓഫ് ഹെയറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അരക്ടർ പൈലേ മസിൽസുകളാണ്. ഇറ്റ് ഈസ് ആൻ ഇൻവോളണ്ടറി സ്മൂത്ത് മസിൽ. ഇറ്റ് കോസസ് ഹെയർ ടു സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെമ്പറേച്ചർ ലോസ് ആവുക അല്ലെങ്കിൽ തണുപ്പ് കൂടുന്ന സമയത്ത് നമ്മുടെ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കില്ലേ, അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? അരക്ടർ പൈലേ മസിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻവോളണ്ടറി സ്മൂത്ത് മസിൽ ദാറ്റ് കോസസ് ഹെയർ ടു സ്റ്റാൻഡ് അപ്പ്. ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഗൂസ് ബംസ്. ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ രോമാഞ്ചം പോലെ ഈ രോമകൂപങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുന്നേറ്റൊക്കെയല്ലേ, അതിനെ തന്നെയാണ് നമ്മൾ ഗൂസ് ബംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂസ് ബംസിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അരക്ടർ പൈലേ മസിൽസ് ആണ് ഗൂസ് ബംസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് മുന്നേ ഒരു എക്സാമിന് ചോദിച്ചാൽ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അരക്ടർ പൈലേ മസിൽസ്. And also it acts as an insulator. If hypothermia maintain the temperature, അരക്ടർ പൈലേ മസിൽസ് കൺട്രാക്ട്. അതായത് എന്താണ്? ഹൈപ്പോതെർമിയ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? ഈ അരക്ടർ പൈലേ മസിൽസ് എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അരക്ടർ പൈലേ മസിൽസ് ആണ്. ഗൂസ് ബംസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ്? ഈ പോർസ് ഒക്കെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യുന്നു? അതൊരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു അവിടെ. നെക്സ്റ്റ് സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പം അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ലൂബ്രിക്കേറ്റ് ദ ഹെയർ. ഹെയറിന് ലൂബ്രിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് 2 ടൈപ്പ് ഓഫ് ഹെയർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. അതിൽ ഒന്ന് വെല്ലസ്, രണ്ടാമത്തത് ടെർമിനൽ ഹെയർ. വെല്ലസ് ഹെയർ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് എ ഫൈൻ ഷോർട്ട് ഹെയർ. നമ്മുടെ തലയിലൊക്കെ കാണുന്ന കുഞ്ഞു മുടികളില്ലേ, അതിനെയാണ് നമ്മൾ വെല്ലസ് എന്ന് പറയുന്നത്. ഫൈൻ ഷോർട്ട് ഹെയർസിനെയാണ് നമ്മൾ വെല്ലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെർമിനൽ ഹെയർസ്. എന്താണ് ടെർമിനൽ ഹെയർസ്? ടെർമിനൽ ഹെയർസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡീപ്ലി പിഗ്മെൻറ്റഡ് ലോങ്ങർ ഹെയർ. നല്ല കളറുള്ള, നല്ല കട്ടി, നല്ല കറുപ്പ് കളറിലുള്ള എന്താണ് ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഹെയർസ്. അതായത് നമ്മുടെ തലയിലുള്ള മുടിയുണ്ടല്ലോ, ഹെയർ, അതുപോലെ തന്നെ നമ്മുടെ ഐലേഷസ്, ഐബ്രോസ്, ഇതൊക്കെ എന്താണ്? ടെർമിനൽ ഹെയർസ് ആണ്. സോ വെല്ലസ് ഹെയറും ടെർമിനൽ ഹെയറും ഇമ്പോർട്ടൻ്റ് ആണ്. വെല്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈൻ ഷോർട്ട് ഹെയർസിനെയാണ് നമ്മൾ വെല്ലസ് എന്ന് പറയുന്നത്. ടെർമിനൽ ഹെയർ എന്ന് പറയുമ്പോൾ അതൊരു ലോങ്ങർ ആയിട്ടുള്ള ഹെയർസിനെയാണ് നമ്മൾ ടെർമിനൽ ഹെയർ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമുക്ക് എവിടെയൊക്കെ കാണാം അതിനെ? നമ്മുടെ മുടി, അതുപോലെ തന്നെ ഐലേഷസ്, ഐബ്രോസ്, ഇതൊക്കെയാണ് എന്ത്? ടെർമിനൽ ഹെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെയിലിൻ്റെ അനാട്ടമിയിലോട്ട് പോകാം നമുക്ക്. നെയിലിൻ്റെ അനാട്ടമി പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടും പറയാനുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് സ്കിൻ മെട്രിക്സ്. സ്കിൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ബെനീത് ദ നെയിൽ പ്ലേറ്റ്. നെയിൽ പ്ലേറ്റിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിൻ മെട്രിക്സ്. നെയിൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ പിക്ചറിലോട്ട് നോക്കണം. ഞാൻ പറയുമ്പോൾ ഈ പിക്ചറിലോട്ട് നോക്കിയാൽ മതി. നെയിൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ദേ ഈ കാണുന്നതിന് റെഡ് മാർക്ക് ചെയ്തില്ലേ, ഈ നമ്മൾ പുറമേ കാണുന്ന ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ആ ഒരു നെയിലിൻ്റെ ബോഡി ഇല്ലേ, അതിനെയാണ് നമ്മൾ നെയിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡിക്ക് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് എന്ത്? സ്കിൻ മെട്രിക്സ് എന്ന് പറയുന്നത്. സ്കിൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് ദ നെയിൽ ബെഡ് ആൻഡ് ദാറ്റ് ബെനീത്ത് ദ
നെയിൽ ആൻഡ് ഇറ്റ് കണ്ടെയ്നിങ് നെർവ്സ്, ലിംസ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഇതിലാണ് നമുക്ക് ബ്ലഡ് വെസൽസ് ആയാലും ലിംഫ് ആയാലും ഒക്കെ കാണുന്ന എവിടെയാണ്? ഈ ഒരു സ്കിൻ മെട്രിക്സിലാണ്. നെയിലിൻ്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? സ്കിൻ മെട്രിക്സ് ആണ്. നമ്മുടെ നെയിൽ എന്ന് പറയുമ്പോൾ അത് ഒരു 1 millimeter per വീക്ക് എന്ന രീതിയിലാണ് അത് വളരുന്നത്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫ്രീ എഡ്ജസ്. എന്താണ് ഫ്രീ എഡ്ജസ്? ഈ പിക്ചറിൽ കാണുന്ന ഈ അറ്റത്തായിട്ട് കാണുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ ഫ്രീ എഡ്ജസ്, ഈ വൈറ്റിഷ് ആയിട്ടുള്ള ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ നെയിലിൻ്റെ ഫ്രീ എഡ്ജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നെയിൽ ഗ്രൂവ്. നെയിൽ ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സൈഡ് ഫോൾഡഡ് പാർട്ട് നെയിൽ റൂട്ട് ബറീഡ് ടു ദ ഫോൾഡ് ഓഫ് ദ സ്കിൻ. ഇവിടെ സൈഡിൽ ഫോൾഡ് ചെയ്തിരിക്കുന്ന പാർട്ട് ഇവിടെ കണ്ടില്ലേ, നെയിൽ ഫോൾഡ്, ഇത് കണ്ടില്ലേ, ഈ സൈഡിലുള്ള ആ ഒരു ഗ്രൂവ് എന്ന് പറയുമ്പോൾ ഒരു കുഴി പോലെയുള്ള ഭാഗം, അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലായിട്ടുള്ള. പിന്നെ നെയിൽ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയാണ് നെയിൽ റൂട്ട്, ഈ ഇത് ഇവിടെ നെയിൽ റൂട്ടും അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും എന്താണ്? ഈ നെയിൽ ഗ്രൂവിലേക്ക് താഴ്ന്നാണ് കിടക്കുന്നത്. അതാണ് നെയിൽ ഗ്രൂവ് എന്ന് പറയുന്നത്. ലുനുല എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഈസ് ലുനുല. ഇറ്റ് ഈസ് എ വൈറ്റിഷ് ക്രസന്റ് ഷേപ്ഡ് ഏരിയ പ്രോക്സിമൽ ടു ദ നെയിൽ ബോഡി. ഈ ഒരു നെയിലിൻ്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നെയിൽ തുടങ്ങുന്ന സ്ഥലമാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു വൈറ്റിഷ് കളറിൽ ലുനുല, നിങ്ങൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ ലുനുല കണ്ടില്ലേ, ഇവിടെ ഒരു വൈറ്റിഷ് കളറിൽ, ഇത് വൈറ്റിഷ് കളറിൽ കാണുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ലുനുല എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈനിങ് ദ ഫ്രീ എഡ്ജസ് ഓഫ് ദ ഡിജിറ്റൽ നെയിൽ പ്ലേറ്റ്. നെക്സ്റ്റ് സ്കിന്നിലുള്ള ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് സെബേഷ്യസ് ഗ്ലാൻഡ്. എന്താണ് സെബേഷ്യസ് ഗ്ലാൻഡ്? ഇറ്റ് പ്രൊഡ്യൂസസ് ഓയിലി സെക്രീഷൻസ് കോൾഡ് സെബം. ഇറ്റ് യൂഷ്വലി ഓപ്പൺ ഇൻ ടു ദ ഹെയർ ഫോളിക്കിൾസ്. സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. എന്താണ് സെബം എന്ന് പറയുന്നത്? അത് ഓയിലി ആയിട്ടുള്ള സെക്രീഷൻസിനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഹെയറിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫംഗിസ്റ്റാറ്റിക് ആൻഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻഡ് ഹോളോക്രൈൻ ഇൻ നേച്ചർ. ഫംഗിസ്റ്റാറ്റിക് ആൻഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗസിൻ്റെയും ബാക്ടീരിയയുടെ ഒക്കെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി സെബേഷ്യസ് ഗ്ലാൻഡിനുണ്ട്. ഇത് പ്രസന്റ് ഇൻ ഓൾ ഏരിയ എക്സെപ്റ്റ് പാം ആൻഡ് സോൾസ്. പാം ആൻഡ് സോൾസ് ഒഴികെ ബാക്കി എല്ലാ ഏരിയയിലും നമുക്ക് സെബേഷ്യസ് ഗ്ലാൻഡ് കാണാൻ പറ്റും. പക്ഷേ പാംസിലും സോൾസിലും നമുക്ക് യൂഷ്വലി അത് കണ്ടുവരുന്നില്ല. പക്ഷേ ഇപ്പോഴൊക്കെ റെയർ ആയിട്ട് പാമിലും സോൾസിലും നമുക്ക് സെബേഷ്യസ് ഗ്ലാൻഡ് കാണുന്നുണ്ട്. ചിലരുടെ കൈയൊക്കെ അമിതമായിട്ട് ഓയിലി ആവുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് സുഡോറിഫറസ് ഗ്ലാൻഡ് അഥവാ സ്വെറ്റ് ഗ്ലാൻഡ്. മെയിൻലി രണ്ട് ടൈപ്പാണ് സുഡോറിഫറസ് ഗ്ലാൻഡ് അഥവാ സ്വെറ്റ് ഗ്ലാൻഡ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പോക്രൈൻ ഗ്ലാൻഡ്സ്. സെക്കൻഡ് വൺ ഈസ് മെറോക്രൈൻ അഥവാ എക്രൈൻ ഗ്ലാൻഡ്സ്. നെക്സ്റ്റ് എപ്പോക്രൈൻ ഗ്ലാൻഡ്സ്. എന്താണ് എപ്പോക്രൈൻ ഗ്ലാൻഡ്സ്? ഇറ്റ് പ്രസന്റ് ഇൻ ഗ്രോയിൻ, ആക്സില്ല, ആനൽ, ഏരിയോളാർ ആൻഡ് ബേർഡ് റീജിയൻസ്. മെയിനായിട്ടും നമ്മുടെ ആക്സില്ല, അതുപോലെ തന്നെ ഗ്രോയിൻസ്, ആനൽ റീജിയൻസ്, ഏരിയോളാർ, നമ്മുടെ നിപ്പിൾസിനൊക്കെ ചുറ്റുമായിട്ട്, പുരുഷന്മാരിലാണെങ്കിൽ ബേർഡ് റീജിയൻസ്, ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എപ്പോക്രൈൻ ഗ്ലാൻഡ്സ് കാണാൻ കഴിയുന്നത്. ഇത് ഡക്ട് ഓപ്പൺ ഇൻ ടു ദ ഹെയർ ഫോളിക്കിൾസ്. സെബേഷ്യസ് ഗ്ലാൻഡ് പോലെ തന്നെ ഹെയർ ഫോളിക്കിൾസിലോട്ടാണ് ഈ എപ്പോക്രൈൻ ഗ്ലാൻഡ്സും ഓപ്പൺ ചെയ്യുന്നത്. സ്വെറ്റ് ഈസ് തിക്കർ, മിൽക്കിയർ ഡ്യൂ ടു ദ ഫാറ്റി ആസിഡ്സ്. ഈ ഇവിടെ നമ്മൾ സ്വെറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു സെക്രീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഒരു മിൽക്കിയർ, ഒരു വെള്ള നിറത്തിലെ പാല് പോലെ ഒരു മിൽക്കിയർ ആയിരിക്കും ഈ ഒരു സെക്രീഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത്? അവിടെ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് സ്വെറ്റിന് അങ്ങനെ ഒരു തിക്നെസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രോങ് ഓർഡർ ഡ്യൂ ടു ദ ബാക്ടീരിയൽ ഡീകേ. ഒത്തിരി ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഡീകേ, ബാക്ടീരിയൽ ഡീകേ കാരണം അവിടെ അതിന് നല്ല ഭയങ്കര ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ആ ഒരു സ്വെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട് അറ്റ് പ്യൂബർട്ടി. പ്യൂബർട്ടിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൾഡ് സ്വെറ്റ് സെക്രീഷൻ ഡ്യൂറിങ് ഇമോഷണൽ ആൻഡ് സെക്ഷൽ സ്റ്റിമുലേഷൻ. നമുക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്ന സമയത്ത് നമ്മൾ കരയുമ്പോഴും പിന്നെ ഡ്യൂറിങ് സെക്ഷൽ സ്റ്റിമുലേഷൻ്റെ ഒക്കെ സമയത്ത് കോൾഡ് സ്വെറ്റ് സെക്രീഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡ്സുകളാണ് എന്ത്? എപ്പോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറോക്രൈൻ അഥവാ എക്രൈൻ ഗ്ലാൻഡ്. മെയിനായിട്ടും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? മെറോക്രൈൻ അല്ലെങ്കിൽ എക്രൈൻ ഗ്ലാൻഡുകളാണ്. ലിപ്പ് ഒഴികെ ബാക്കി എല്ലാവിടെയും നമുക്ക് എന്ത് കാണാം? ഈ ഒരു മെറോക്രൈൻ അല്ലെങ്കിൽ എക്രൈൻ ഗ്ലാൻഡ്സ് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് പ്രൊഡ്യൂസസ് വാട്ടറി പെർസ്പിറേഷൻ ഫോർ കൂളിംഗ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ വേണ്ടി വാട്ടറി ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെറോക്രൈൻ അല്ലെങ്കിൽ എക്രൈൻ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ. അതിൻ്റെ pH എന്ന് പറയുന്നത് 4.8 to 6.8 ആണ്. ഇറ്റ് ഈസ് നോട്ട് ആസ് ഡീപ്പ് ആസ് എപ്പോക്രൈൻ. എപ്പോക്രൈൻ പോലെ അത്ര ഡീപ്പിലല്ല, ഇത് കുറച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്ന ഗ്ലാൻഡ്സുകളാണ് മെറോക്രൈൻ ഗ്ലാൻഡ് അഥവാ എക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലൈഫ് ലോങ് ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് ഈ മെറോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡിഫൈഡ് എപ്പോക്രൈൻ ഗ്ലാൻഡ്സ്. മോഡിഫൈഡ് എപ്പോക്രൈൻ ഗ്ലാൻഡ്സിന് എക്സാമ്പിളാണ് മെമ്മറി ഗ്ലാൻഡ്, അതുപോലെ തന്നെ സെറുമിനസ് ഗ്ലാൻഡ്.
മെമ്മറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു ദ എപ്പോക്രൈൻ സ്വെറ്റ് ഗ്ലാൻഡ്. നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡിന് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷനാണ് മെമ്മറി ഗ്ലാൻഡിനുള്ളത്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ പിറ്റ്യൂട്ടറി ആൻഡ് സെക്സ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഹോർമോൺസും അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസും ആണ് മെമ്മറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സെറുമിനസ് ഗ്ലാൻഡ്. സെറുമിനസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ഇൻ ദ ഇയർ കനാൽ. നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്ന സ്വെറ്റ് ഗ്ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറുമിനസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സെക്രീഷൻ ദാറ്റ് കമ്പൈൻ വിത്ത് ദ സെബേഷ്യസ് ഗ്ലാൻഡ് ആൻഡ് ഫോം എ മിക്സ്ചർ കോൾഡ് സെറുമിൻ. ഇവിടെ ചെവിയിൽ ഉണ്ടാകുന്ന ആ ഒരു സെക്രീഷൻ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു മിക്സ്ചർ ഫോം ചെയ്യുന്നു. ആ മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറുമിൻ അഥവാ ഇയർ വാക്സ്. നമ്മുടെ ചെവിയിലുള്ള ചെപ്പി എന്നൊക്കെ പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറുമിൻ അഥവാ ഇയർ വാക്സ്. This cerumen and the tiny hair keep the particle and the insect from reaching the eardrum. ഈ സെറുമിനും അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽ കാണുന്ന ഒരു ടൈനി ആയിട്ടുള്ള ഹെയർസും ആണ് നമ്മുടെ ചെവിയിലേക്ക് എന്തെങ്കിലും ഇൻസെക്ട്സോ വേറെ എന്തെങ്കിലും പാർട്ടിക്കിളോ ഒക്കെ കടക്കുന്നത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതൊരു പിക്ചറാണ്. നമ്മൾ നേരത്തെ പഠിച്ച സെബേഷ്യസ് ഗ്ലാൻഡ്, അറക്ടർ പൈലേ മസിൽസ്, അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പിക്ചർ ഇട്ടത്. ഈ കാണുന്നത് ഫസ്റ്റ് വൺ നമ്മൾ ഹെയർ ഷാഫ്റ്റ്. ഇതാണ് എന്ത്, ഹെയർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അറക്ടർ പൈലേ മസിൽസ് ഉണ്ടല്ലേ, ഈ കാണുന്ന ഇതാണ് നമ്മുടെ അറക്ടർ പൈലേ മസിൽസ്. പിന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ടല്ലേ, സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പം സെബേഷ്യസ് ഗ്ലാൻഡ് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഹെയറിൻ്റെ ഫോളിക്കിൾസിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇതാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. ഈ പിക്ചറിലോട്ട് നോക്കണേ. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഫോളിക്കിൾസിലേക്കാണ്, ഇത് ഡയറക്റ്റായിട്ട് ഹെയർ ഫോളിക്കിൾസിലേക്കാണ് സെബേഷ്യസ് ഗ്ലാൻഡ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹെയർ റൂട്ട്, പിന്നെ ഹെയർ ഫോളിക്കിൾസ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റിഷ് കളറിൽ കാണുന്നതാണ് ഹെയർ ഫോളിക്കിൾസ്. പിന്നെ നമ്മൾ പഠിച്ച എക്രൈൻ ഗ്ലാൻഡ്സ്. എന്താണ് എക്രൈൻ ഗ്ലാൻഡ്സ്? ഇതേ കാണുന്നതാണ്, ഇവിടെ കാണുന്നതാണ്. ഇതാണ് എന്ത്, എക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. എക്രൈൻ ഗ്ലാൻഡ്സ് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സ്കിന്നിലോട്ട്, സ്വെറ്റ് ഗ്ലാൻഡ് നമുക്ക് ഡയറക്റ്റ് ഈ സ്കിന്നിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവിടെ വേറെ ഒന്നുമില്ല പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത്. നമുക്കിനി സ്കിന്നിൻ്റെ അനാട്ടമി നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു പോർഷനായിട്ട് വരാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.